ക്വസ്റ്റ്യൻ: എയുടെ 12% ബിയുടെ 15% തുല്യമാണെങ്കിൽ എയുടെ 16% ബിയുടെ എത്ര ശതമാനത്തിന് തുല്യമാണ്? ഇവിടെ എയുടെ 12% ബിയുടെ 15% തുല്യമാണെന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ എയുടെ 12% കാണുന്നത് എ ഗുണം 100ൽ 12% കാണാൻ 100ൽ 12 കൊണ്ട് ഗുണിക്കുന്നു. ബിയുടെ 15% കാണാൻ ബി ഗുണം 100ൽ 15 ചെയ്താൽ മതി. അപ്പോൾ എയുടെ 12%വും ബിയുടെ 15% തുല്യമായതുകൊണ്ട് നമുക്ക് എ ഗുണം 100ൽ 12 സമം ബി ഗുണം 100ൽ 15 എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് എ കണ്ടുപിടിക്കാം. അതിനായിട്ട് ഈ 100ൽ 12നെ വലതുവശത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എ സമം ബി ഗുണം 100ൽ 15 ഗുണം ഈ 100ൽ 12 വലതുവശത്ത് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ വിൽക്രമം എഴുതണം. അതായത് 12ൽ 100 എന്ന് എഴുതുക. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 100ഉം 100ഉം ക്യാൻസലാവും. 15നെയും 12നെയും നമുക്ക് 3 ഉപയോഗിച്ച് ഹരിക്കാം. അപ്പോൾ ഇവിടെ 4ഉം ഇവിടെ 5ഉം വരും. അതായത് ബി ഗുണം 4ൽ 5 എന്ന് വരും. ഇനി എയുടെ 16% ബിയുടെ എത്ര ശതമാനത്തിന് തുല്യമാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയുടെ 16% കാണാൻ എ ഗുണം 100ൽ 16 കണ്ടാൽ മതി. എ ഗുണം 100ൽ 16 സമം, ഓർക്കുക എയ്ക്ക് തുല്യമാണ് ബി ഗുണം 4ൽ 5 എന്നുള്ളത്. അപ്പോൾ എയ്ക്ക് പകരം നമുക്ക് ബി ഗുണം 4ൽ 5 എന്ന് എഴുതാം. അപ്പോൾ ബി ഗുണം 4ൽ 5 ഗുണം 100ൽ 16 എന്ന് വരും. ഇവിടെ എയ്ക്ക് പകരം ബി ഗുണം 4ൽ 5 കൊടുക്കുമ്പോൾ ബി ഗുണം 4ൽ 5 ഗുണം 100ൽ 16 എന്ന് വരും. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഓർക്കുക ബിയുടെ എത്ര ശതമാനം എന്നാണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് ഈ 100ന് യാതൊരു മാറ്റവും വരുത്തരുത്. മറ്റുള്ള സംഖ്യകളെ നമുക്ക് മാറ്റാവുള്ളൂ. അപ്പോൾ 4 കൊണ്ട് 16നെ ഹരിക്കുക. അപ്പോൾ ഇവിടെ 4 വരും. അപ്പോൾ ഇത് ബി ഗുണം 5 ഗുണം 4 20 20/100 എന്ന് വരും. അതായത് ബി ഗുണം 100ൽ 20. ഈ 100ൽ 20 കൊണ്ട് ഗുണിക്കുന്ന 20% കാണാനാണല്ലോ. അപ്പോൾ ബിയുടെ 20%മാണിത്. എയുടെ 16% ബിയുടെ 20%ത്തിന് തുല്യമാണ്. ശരിയുത്തരം ഓപ്ഷൻ സി 20%. അടുത്ത ചോദ്യം: ഹാൻഡ് ബാഗിൻ്റെ വില 40% വർദ്ധിപ്പിച്ചപ്പോൾ അര ഡസൻ ഹാൻഡ് ബാഗുകളുടെ വില 1680 രൂപ ആയി. എങ്കിൽ ഒരു ഹാൻഡ് ബാഗിൻ്റെ വർധനവിന് മുൻപുള്ള വില എത്ര? ഹാൻഡ് ബാഗിൻ്റെ വില 40% വർദ്ധിപ്പിച്ചപ്പോൾ അര ഡസൻ ഹാൻഡ് ബാഗുകൾക്ക് 1680 രൂപ ആയി വില. അപ്പോൾ അര ഡസൻ എന്ന് പറഞ്ഞാൽ ഒരു ഡസൻ 12 എണ്ണമാണ്. അര ഡസൻ എന്ന് പറഞ്ഞാൽ 6 എണ്ണം. അപ്പോൾ 6 ഹാൻഡ് ബാഗുകളുടെ ഇപ്പോഴത്തെ വില 1680 രൂപയാണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഇപ്പോഴത്തെ വില എത്രയാണ്? അത് കിട്ടാൻ 1680നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. 1680/6. ഇത് ഹരിച്ച് ഉത്തരം കാണേണ്ട കാര്യമില്ല. കാരണം നമുക്ക് വളരെ പെട്ടെന്ന് ക്രിയ ചെയ്ത് തീർക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ക്രിയ നമുക്ക് പിന്നത്തേന് മാറ്റി വെക്കാം. ഇനി ഒരു ഹാൻഡ് ബാഗിൻ്റെ വർധനവിന് മുൻപുള്ള വില എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഒരു ഹാൻഡ് ബാഗിൻ്റെ ഇപ്പോഴത്തെ വിലയാണ്. വർധനവിന് മുൻപുള്ള വില നമുക്ക് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ 40% കൂട്ടിയപ്പോഴാണ് 1680/6 എന്ന് ഒരെണ്ണത്തിന് വില വന്നത്. അതായത് എക്സിൻ്റെ 40% കൂട്ടുക എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ 140%മാണിത്. എക്സ് ഗുണം 100ൽ 140 അതാണ് ഈ വില. എക്സ് ഗുണം 100ൽ 140 സമം 1680/6 എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ എക്സ് കണ്ടുപിടിച്ചാൽ മതി. അതിനായിട്ട് ഈ 100ൽ 140നെ വലതുവശത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് സമം 6ൽ 1680 ഗുണം നോക്കുക 100ൽ 140 വലതുവശത്ത് ചെല്ലുമ്പോൾ ഇതിൻ്റെ വിൽക്രമം എഴുതണം. അതായത് 140ൽ 100 എന്നാവും. നമുക്ക് 140ൻ്റെ ഒരു 0വും 1680ൻ്റെ ഒരു 0വും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 168നെ നമുക്ക് 14 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യയാണ്. 168നെ 14 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 12 വരും. 12നെ 6 കൊണ്ട് ഹരിച്ചാൽ 2. അപ്പോൾ 2 ഗുണം 100 200. അപ്പോൾ എക്സ് 200 അതായത് വർധനവിന് മുൻപ് ഒരു ഹാൻഡ് ബാഗിൻ്റെ വില 200 രൂപയായിരുന്നു. ശരി ഉത്തരം ഓപ്ഷൻ എ 200. അടുത്ത ചോദ്യം: ഒരു തുക സാധാരണ പലിശ രീതിയിൽ ഇരട്ടിയാകാൻ 10 വർഷം എടുക്കുമെങ്കിൽ 5 ഇരട്ടിയാകാൻ അതേ പലിശ നിരക്കിൽ എത്ര വർഷം എടുക്കും? ഇവിടെ ഒരു തുക സാധാരണ പലിശ രീതിയിൽ 10 വർഷം കൊണ്ട് ഇരട്ടിയാകും. അങ്ങനെയെങ്കിൽ 5 ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചിന്തിക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഈ തുക 100 രൂപയാണെന്ന് കരുതുക. 100 രൂപ.
അങ്ങനെയെങ്കിൽ 10 വർഷം കൊണ്ട് ഇരട്ടിയാകും. അതായത് 10 വർഷം കൊണ്ട് ഈ തുക 200 രൂപയായി മാറും. ഈ 200 രൂപയിൽ 100 രൂപ എന്ന് പറയുന്നത് നിക്ഷേപ തുകയാണ്. ബാക്കി 100 രൂപയാണ് പലിശയായി കിട്ടുക. അതായത് 10 വർഷത്തെ പലിശ എന്ന് പറയുന്നത് 100 രൂപയാണ്. സാധാരണ പലിശയാണ്. എല്ലാ വർഷവും ഒരേ തുക തന്നെയാണ് പലിശയായി കിട്ടുക. അപ്പോൾ ഒരു വർഷത്തെ പലിശ എത്രയായിരിക്കും? 10 വർഷം കൊണ്ട് 100 രൂപ കിട്ടും. അപ്പോൾ ഒരു വർഷം 100/10, അതായത് 10 രൂപയാണ് ഒരു വർഷത്തെ പലിശ. ഇനി ഈ തുക 5 ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 100 രൂപയാണ് നിക്ഷേപ തുക. അത് 5 ഇരട്ടിയാകുക എന്ന് പറഞ്ഞാൽ 500 രൂപയാകണം. 500 രൂപ. ഈ 500 രൂപയിൽ 100 രൂപ നിക്ഷേപ തുകയും ബാക്കി 400 രൂപയുമാണ്, 400 രൂപ പലിശയുമാണ്. അപ്പോൾ 400 രൂപ പലിശ കിട്ടാൻ എത്ര വർഷം വേണമെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഒരു വർഷത്തെ പലിശ 10 രൂപയാണ്. അപ്പോൾ 400 രൂപ പലിശ കിട്ടാനായിട്ട് വേണ്ടത് എത്ര വർഷമെന്ന് കണ്ടുപിടിക്കാൻ 400നെ ഒരു വർഷത്തെ പലിശയെ 10 കൊണ്ട് ഹരിക്കുക. അതായത് 40 എന്ന് കിട്ടും. അപ്പോൾ 40 വർഷം കൊണ്ട് തുക 5 ഇരട്ടിയാകും. ശരി ഉത്തരം ഓപ്ഷൻ ബി 40. A/B = 4:5, B/C = 7:8 ആയാൽ A/B/C എത്ര? ഇവിടെ A/B = 4:5 എന്നും B/C = 7:8 എന്നും നൽകിയിട്ടുണ്ട്. നമുക്ക് A/B/C കണ്ടുപിടിക്കണം. നോക്കുക, ഈ രണ്ട് അംശബന്ധങ്ങളെയും യോജിപ്പിക്കുന്നത് ബി ആണ്. ഇവിടെ നോക്കുക, ആദ്യത്തെ അംശബന്ധത്തിൽ ബിയെ സൂചിപ്പിക്കുന്ന സംഖ്യ 5 ആണ്. രണ്ടാമത്തെ അംശബന്ധത്തിൽ ബിയെ സൂചിപ്പിക്കുന്ന സംഖ്യ 7 അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടിടത്തും ഒരേ സംഖ്യ വരുന്ന രീതിയിൽ ഇതിനെ മാറ്റി എഴുതണം. ഈ രണ്ട് അംശബന്ധങ്ങളെയും മാറ്റി എഴുതണം. അതിനായിട്ട് ഈ 7 കൊണ്ട് ആദ്യത്തെ അംശബന്ധത്തിലെ രണ്ട് സംഖ്യകളെയും ഗുണിക്കുക. അപ്പോൾ 7 4 28 7 5 35 എന്ന് വരും. അതുപോലെ 5 കൊണ്ട് ഈ അംശബന്ധത്തിലെ രണ്ട് സംഖ്യകളെയും ഗുണിക്കുക. 5 7 35 5 8 40. ഇപ്പോൾ നോക്കുക, രണ്ടിടത്തും ബിയെ സൂചിപ്പിക്കുന്ന സംഖ്യ സെയിമായി. ഇനിയിപ്പോൾ നമുക്ക് A/B/C ഡയറക്റ്റ് എഴുതിയാൽ മതി. 28 35 40. അപ്പോൾ ഉത്തരം 28 35 40. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരു കാർ ഒരു സ്ഥലത്തേക്ക് 60 km/മണിക്കൂർ വേഗതയിൽ പോയി. മടക്കയാത്ര 36 km/മണിക്കൂർ ആയിരുന്നു. എങ്കിൽ യാത്രയിലെ കാറിൻ്റെ ശരാശരി വേഗത എത്ര? ഇവിടെ നമുക്ക് സൗകര്യത്തിനായിട്ട് രണ്ട് സ്ഥലങ്ങൾ എ എന്നും ബി എന്നും എടുക്കാം. അപ്പോൾ ഈ കാറിൻ്റെ എയിൽ നിന്ന് ബിയിലേക്കുള്ള യാത്ര അത് 60 km/മണിക്കൂർ വേഗത്തിലാണ്. 60 km/മണിക്കൂർ. മടക്കയാത്ര, അതായത് ബിയിൽ നിന്ന് എയിലേക്കുള്ള യാത്ര 36 km/മണിക്കൂർ വേഗത്തിലുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ മുഴുവൻ യാത്രയിലെ കാറിൻ്റെ ശരാശരി വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓർക്കുക, മൊത്തം യാത്രയുടെ പകുതി ഭാഗമാണ് എയിൽ നിന്ന് ബിയിലേക്കുള്ള യാത്ര. രണ്ടാം പകുതിയാണ് ബിയിൽ നിന്നും എയിലേക്കുള്ള യാത്ര. അതായത് ആകെ യാത്രയുടെ പകുതി ദൂരം 60 km വേഗത്തിലും ബാക്കി പകുതി 36 km വേഗത്തിലും സഞ്ചരിച്ചു. അപ്പോൾ മുഴുവൻ യാത്രയിലെ ശരാശരി വേഗത കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ടുണ്ട്. അതായത് ഒരു യാത്രയുടെ പകുതി ദൂരം x കിലോമീറ്റർ വേഗത്തിലും ബാക്കി പകുതി y കിലോമീറ്റർ വേഗത്തിലുമാണ് സഞ്ചരിച്ചതെങ്കിൽ മുഴുവൻ യാത്രയുടെ ശരാശരി വേഗത 2xy/x+y കിലോമീറ്റർ ആയിരിക്കും. ഓർക്കുക, ഇവിടെ ആദ്യ പകുതിയിലെ വേഗത x കിലോമീറ്ററും രണ്ടാം പകുതിയിലെ വേഗത y കിലോമീറ്ററുമാണെങ്കിൽ മുഴുവൻ യാത്രയുടെ ശരാശരി വേഗത 2xy/x+y കിലോമീറ്റർ ആയിരിക്കും. ഇവിടെ ആദ്യ പകുതിയുടെ വേഗത 60 കിലോമീറ്റർ ആണ്. അതുകൊണ്ട് എക്സിന് 60 എന്നും രണ്ടാം പകുതിയുടെ വേഗത 36 കിലോമീറ്റർ ആയതുകൊണ്ട് വൈക്ക് 36 എന്നും കൊടുക്കുക. ഈ വാല്യൂസ് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 2 × 60 × 36 /60 + 36. 60 36 കൂടെ കൂട്ടിയാൽ 96 വരും. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യം ഈ 2 കൊണ്ട് 96നെ ഹരിക്കാം. 96നെയും 2നെയും 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഇവിടെ 1 വരും. 96നെ 2 കൊണ്ട് ഹരിച്ചാൽ 96ൻ്റെ പകുതി 48. ഓർക്കുക, 60നെയും 48നെയും 6 ഉപയോഗിച്ച് ഹരിക്കാവുന്ന സംഖ്യകളാണ്. 60നെ 6 കൊണ്ട് ഹരിച്ചാൽ 10, 48നെ 6 കൊണ്ട് ഹരിച്ചാൽ 8. 8നെയും 36നെയും 4 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 8നെ 4 കൊണ്ട് ഹരിച്ചാൽ 2, 36നെ 4 കൊണ്ട് ഹരിച്ചാൽ 9. ദെൻ
2 കൊണ്ട് 10നെ ഹരിച്ചാൽ 5 കിട്ടും. അപ്പോൾ 5 ഗുണം 1 ഗുണം 5 ഗുണം 9 വരുള്ളൂ. 5 9 45. അപ്പോൾ 45 കിലോമീറ്റർ പെർ മണിക്കൂറാണ് കാറിൻ്റെ മുഴുവൻ യാത്രയിലെ ശരാശരി വേഗത. ശരിയുത്തരം ഓപ്ഷൻ സി. വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. 23, 46, 70, 98, 135 ഡാഷ്. അപ്പോൾ നമുക്കിവിടെ ഒരു നമ്പർ സീക്വൻസ് നൽകിയിട്ടുണ്ട്. 23, 46, 70, 98, 135 ഡാഷ്. അപ്പോൾ അടുത്ത സംഖ്യ കണ്ടെത്തണം. നമുക്ക് ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കാം. 23നോടുകൂടി 23 കൂട്ടിയാൽ 46 ആവും. 46നോടുകൂടി 24 കൂട്ടിയാലാണ് 70 കിട്ടുന്നത്. 70ഉം 28ഉം 98ആണ്. 98ൻ്റെ കൂടെ 37 കൂട്ടിയതാണ് 135. ഈ കൂട്ടിയിരിക്കുന്ന സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നോക്കുക. അതായത് 23, 24, 28, 37 ഇവ തമ്മിലുള്ള ബന്ധം നോക്കിയേ. 23നോട് 1 കൂട്ടിയതാണ് 24, 24നോട് 4 കൂട്ടിയതാണ് 28, 28നോട് 9 കൂട്ടിയതാണ് 37. നോക്കുക, 1, 4, 9. 1, 4, 9 അതിൻ്റെ പ്രത്യേകത എന്താണ്? സ്ക്വയർ നമ്പേഴ്സാണ്. 1 1ൻ്റെ സ്ക്വയർ തന്നെ, 2ൻ്റെ സ്ക്വയറാണ് 4, 3ൻ്റെ സ്ക്വയറാണ് 9. അപ്പോൾ അടുത്ത് വരേണ്ടത് 4ൻ്റെ സ്ക്വയറായ 16ആണ് കൂട്ടേണ്ടത്. അപ്പോൾ 37നോട് കൂടി 16 കൂട്ടിയാൽ നമുക്ക് 135നോട് കൂട്ടേണ്ട സംഖ്യ എന്ന് കിട്ടും. 37നോട് 16 കൂട്ടുക. 37ഉം 10ഉം 47, 6ഉം 53. അപ്പോൾ 135നോട് 53 കൂട്ടണം. 135നോട് 53 കൂട്ടിയാൽ 188 കിട്ടും. അപ്പോൾ അടുത്ത സംഖ്യ 188. ശരിയുത്തരം ഓപ്ഷൻ ഡി. 1985 സ്വാതന്ത്ര്യദിനം വ്യാഴാഴ്ച ആയിരുന്നെങ്കിൽ ആ വർഷം ജൂലൈ 13 ഏത് ദിവസമായിരുന്നു? ഇവിടെ സ്വാതന്ത്ര്യദിനം വ്യാഴാഴ്ച, സ്വാതന്ത്ര്യദിനം ആഗസ്റ്റ് 15. ആഗസ്റ്റ് 15 വ്യാഴാഴ്ചയായിരുന്നെങ്കിൽ ജൂലൈ 13 ഏത് ദിവസമായിരുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജൂലൈ 13 ഏത് ദിവസമായിരുന്നെന്ന്. ആഗസ്റ്റ് 15 വ്യാഴമാണെന്ന് നൽകിയിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ജൂലൈ 13 ശേഷം എത്രാമത്തെ ദിവസമാണ് ആഗസ്റ്റ് 15 എന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ജൂലൈ 13 ശേഷം ആഗസ്റ്റ് 15 വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം. ജൂലൈ മാസത്തിൽ 31 ദിവസങ്ങളാണുള്ളത്. അപ്പോൾ 13 ശേഷം ബാക്കി 18 ദിവസങ്ങളുണ്ട്. ആഗസ്റ്റ് 15 വരെയുള്ള ദിവസങ്ങൾ, ആഗസ്റ്റ് മാസത്തിലെ 15 ദിവസങ്ങളും. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 18ഉം 15ഉം കൂടെ കൂട്ടിയാൽ 33. ഈ 33നെ 7 കൊണ്ട് ഹരിക്കുക. 33നെ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 4 7 28. കുറയ്ക്കുമ്പോൾ 5 ശിഷ്ടം കിട്ടും. നമുക്ക് ശിഷ്ടമാണ് വേണ്ടത്. ശിഷ്ടം 5 വന്നതുകൊണ്ട് വ്യാഴാഴ്ചയിൽ നിന്ന് 5 ദിവസം കുറയ്ക്കുക. ഇത് പുറകോട്ടാണ് പോകേണ്ടത് ഇവിടെ, അതുകൊണ്ടാണ് 5 ദിവസം കുറയ്ക്കേണ്ടത്. വ്യാഴാഴ്ചയിൽ നിന്ന് 5 ദിവസം കുറയ്ക്കുക. വ്യാഴാഴ്ചയിൽ നിന്ന് 5 ദിവസം പുറകോട്ട് പോയാൽ എത്ര വരും? ബുധൻ, ചൊവ്വ, തിങ്കൾ, ഞായർ, ശനി. അപ്പോൾ ജൂലൈ 13 ശനിയാഴ്ചയായിരിക്കും. 5 ദിവസം പുറകോട്ട് പോയാൽ മതി. അപ്പോൾ ശനിയാഴ്ച എന്ന് കിട്ടും. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ബി, ശനി. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. DP = 100, GS = 130, BV = 120, EX = 110. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ DP = 100 ഒന്ന് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഈ ഓരോ അക്ഷരത്തിൻ്റെയും ക്രമനമ്പർ ഒന്ന് എഴുതി നോക്കാം. D 4ാമത്തെ അക്ഷരമാണ്, P 16ാമത്തെ അക്ഷരവും. ഇവിടെ തന്നിരിക്കുന്നത് സമം 100 എന്നാണ്. ഈ 16ഉം 4ഉം കൂടെ കൂട്ടിയ 20. 20ൻ്റെ 5 ഇരട്ടിയാണല്ലോ 100. 16ഉം 4ഉം കൂടെ കൂട്ടിയ 20 കിട്ടും. 20 × 5 100 വരും. ഇതേ ബന്ധം നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. G നോക്കുക, G 7ാമത്തെ അക്ഷരവും S 19ാമത്തെ അക്ഷരവുമാണ്. 19ഉം 7ഉം കൂടെ കൂട്ടിയാൽ 26. 26നെ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 130 കിട്ടും. അപ്പോൾ ഇവിടെ അതേ ബന്ധമുണ്ട്. നമുക്ക് BV = 120. അതേ ബന്ധം ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം.
ബി രണ്ടാമത്തെ അക്ഷരമാണ്, വി 22ാമത്തെ അക്ഷരമാണ്. 22 രണ്ടും കൂടെ കൂട്ടുമ്പോൾ 24. 24നെ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 120 കിട്ടും. അപ്പോൾ ഇവിടെയും അതേ ബന്ധമുണ്ട്. ഇവിടെ നോക്കാം, ഈ 5ാമത്തെ അക്ഷരമാണ് എക്സ്, 24ാമത്തെ അക്ഷരമാണ്. 24 5 29. 29നെ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും 110 വരില്ല. കാരണം 5 9 45. ഒറ്റയുടെ സ്ഥാനത്തേക്കോ 5 വരുന്നൊരു സംഖ്യ നമുക്ക് കിട്ടുള്ളൂ. 110 വരില്ല. അപ്പോൾ ഇവിടെ 3 എണ്ണത്തിൽ എ ബി സി ഇത് 3ലും പൊതുവായൊരു ബന്ധമുണ്ട്. ഡിയിൽ ആ ബന്ധമില്ല. അതുകൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഓപ്ഷൻ ഡി ആണ്. ഒരു കുട്ടി സ്കൂളിൽ നിന്നും 3 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. ഇടത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്ററും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്ററും അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 2.5 കിലോമീറ്ററും യാത്ര ചെയ്തെങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും അവസാന പോയിന്റിലേക്കുള്ള കുറഞ്ഞ ദൂരം എത്ര? അപ്പോൾ ഇത് ഡയറക്ഷൻസ് ഉൾപ്പെടുന്ന ഒരു പ്രോബ്ലമാണ്. നമുക്ക് ആദ്യം ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ കുട്ടി സ്കൂളിൽ നിന്നും 3 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. അപ്പോൾ ഇതാണ് സ്കൂൾ എന്ന് കരുതുക. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. ഇത് 3 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പോൾ തെക്കോട്ട് നോക്കിയിരിക്കുന്ന ഒരാൾ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കിഴക്കോട്ടാവും. ഇടത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. അപ്പോൾ കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പോൾ കിഴക്കോട്ടാണ് ഡയറക്ഷൻ. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വടക്കോട്ടാവും. വടക്കോട്ട് എത്ര കിലോമീറ്റർ? 3 കിലോമീറ്റർ പോയി. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞു. വലത്തോട്ട് തിരിയുക. ഇപ്പോൾ വടക്കോട്ട് നോക്കി നിൽക്കുന്ന ആളാണ്. വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കിഴക്കോട്ട് തന്നെ വരും. അപ്പോൾ കിഴക്കോട്ട് 2.5 കിലോമീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയെങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും അവസാന പോയിന്റിലേക്കുള്ള കുറഞ്ഞ ദൂരം എത്ര? അപ്പോൾ അവസാന പോയിന്റ് ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. എ എന്നും ബി എന്നും കൊടുക്കാം. അപ്പോൾ എയ്ക്കും ബിക്കും ഇടയിലുള്ള കുറഞ്ഞ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, ഈ ദൂരം 3 കിലോമീറ്ററാണ്. തെക്കോട്ട് പോയത് 3 കിലോമീറ്ററാണ്. വടക്കോട്ട് ഇവിടെ സഞ്ചരിച്ചതും 3 കിലോമീറ്ററാണ്. അതുകൊണ്ട് 3 കിലോമീറ്റർ തെക്കോട്ട് പോയി, 3 കിലോമീറ്റർ വടക്കോട്ടും വന്നു. അതുകൊണ്ട് ഇതൊരു നേർരേഖയായിട്ട് വരും. ഇത്രയും കംപ്ലീറ്റ് ചെയ്താൽ ഒരു ചതുരമാവും. ഇതൊരു നേർരേഖയായിരിക്കും. ഈ 5 കിലോമീറ്റർ തന്നെയായിരിക്കും ഇവിടെയും വരിക. അപ്പോൾ ഡയറക്റ്റ് ദൂരം എന്ന് പറയുന്നത് എ മുതൽ ബി വരെയുള്ള നേർരേഖാ ദൂരമാണ്. ഇത് 5 കിലോമീറ്ററും ഇത് 2.5ഉം 5ഉം 2.5 കൂടെ കൂട്ടുമ്പോൾ 7.5. അപ്പോൾ ഈ എ മുതൽ ബി വരെയുള്ള നേർരേഖാ ദൂരം എന്ന് പറയുന്നത് 7.5 കിലോമീറ്ററാണ്. അപ്പോൾ കുറഞ്ഞ ദൂരം 7.5 കിലോമീറ്റർ. ശരിയുത്തരം ഓപ്ഷൻ എ. പ്രിന്റ് എന്നത് MOFKQ എന്നും കൺവേ എന്നത് ZLKSBV എന്നും എഴുതിയാൽ വിക്ടറിയുടെ കോഡ് എന്ത്? ഇവിടെ പ്രിന്റ് എന്ന വാക്കിൻ്റെ കോഡ് നോക്കുക. MOFKQ. ഇതേപോലെ കൺവേ എന്ന വാക്കിൻ്റെ കോഡ് ZLKSBV. അങ്ങനെയെങ്കിൽ വിക്ടറി എന്ന വാക്കിൻ്റെ കോഡ് ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇവിടെ വരുത്തിയിരിക്കുന്ന മാറ്റം എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് അക്ഷരമാല ഒന്ന് എഴുതാം. നോക്കുക, പിയുടെ സ്ഥാനത്ത് എം വന്നു. പിയുടെ സ്ഥാനത്ത് എം. നോക്കുക, പിയുടെ പുറകിൽ മൂന്നാമതായി വരുന്ന അക്ഷരമാണ് എം. ആറിൻ്റെ സ്ഥാനത്ത് ഒ. ആറിൻ്റെ പുറകിൽ മൂന്നാമതായി വരുന്ന അക്ഷരമാണ് ഒ. അപ്പോൾ ഓരോ അക്ഷരവും 3 അക്ഷരം പുറകോട്ട് മാറ്റിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഐയുടെ സ്ഥാനത്ത് എഫ്. ഇവിടെയും നോക്കുക, 3 അക്ഷരം പുറകോട്ട് മാറിയിരിക്കുന്നു. എന്നിൻ്റെ സ്ഥാനത്ത് കെ. ഇവിടെയും 3 അക്ഷരം പുറകോട്ട് മാറി. ടിയുടെ സ്ഥാനത്ത് ക്യൂ. ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 അക്ഷരം പുറകോട്ട് മാറ്റിയിരിക്കുകയാണ്. സിയുടെ സ്ഥാനത്ത് ഇസഡ് വന്നിരുന്ന് നോക്കുക. സിയിൽ നിന്ന് 2 അക്ഷരം പുറകോട്ട് മാറിയാൽ ബിയും എയും കഴിയും. പിന്നെ മൂന്നാമത്തെ അക്ഷരമായിട്ട് ഇസഡ് വന്നിരിക്കുന്നു. ഒയുടെ സ്ഥാനത്ത് എല്. ഒയിൽ നിന്ന് 3 അക്ഷരം പുറകോട്ട് വന്നാൽ എല്. അപ്പോൾ ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിക്ടറിയുടെ കോഡ് കണ്ടുപിടിക്കാൻ ഓരോ അക്ഷരവും
3 അക്ഷരം വീതം പുറകോട്ട് മാറണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിനായിട്ട് വിറ്ററിയിലെ എല്ലാ അക്ഷരങ്ങളും ഇവിടെ ഈ 2 വാക്കുകളിലായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ അക്ഷരത്തിൻ്റെയും നേരെ താഴെ വരുന്ന കോഡ് ഇത് നോക്കി നമുക്ക് എഴുതാം. വിയുടെ നേരെ താഴെ വന്നിരിക്കുന്ന എസ് ആണ്, അതുകൊണ്ട് ഇവിടെ എസ് എഴുതാം. ഐയുടെ നേരെ വന്നിരിക്കുന്നത് നോക്കുക എഫ്. സിയുടെ താഴെ വന്നിരിക്കുന്ന ഇസഡ്, അപ്പോൾ സിയുടെ കോഡായിട്ട് ഇസഡ് എഴുതുക. ടിക്ക് കോഡ് ഇവിടെ ക്യൂ ആണ്, അപ്പോൾ ക്യൂ കൊടുക്കുക. ഒ ഇതിനകത്തുണ്ട്, ഒയുടെ കോഡ് എല്ലാണ് വന്നിരിക്കുന്നത് എല്. ആറിൻ്റെ കോഡ് ഒയ്, വൈയുടെ കോഡ് വി. അപ്പോൾ SF ZQ LOV ആണ് കോഡ്. വിറ്ററിയുടെ കോഡ്. ശരി ഉത്തരം ഓപ്ഷൻ സി.